നമുക്ക് വെക്കാൻ പാകത്തിലുള്ള തൈകളാണ് കുമ്പുക്കൽ നമുക്ക് പ്രൊവൈഡ് ചെയ്തത്. അത് കാരണമായിട്ട് തൈകൾ വളരെ പെട്ടെന്ന് വളരുകയും അത് ഈ പരുവത്തിലെത്തുകയും ചെയ്തു. 6-ാം മാസത്തിൽ തന്നെ തിരിയിടുകയും ആ തിരികളൊക്കെ തന്നെ ഞാൻ ഒടിച്ചു കളയുകയും ചെയ്യുകയുണ്ടായി. കാരണം പ്ലാന്റ് കുറച്ചുകൂടെ വളരട്ടെ എന്നുള്ള ആശയത്തിലാണ് ആ തിരികളെല്ലാം ഒടിച്ചു കളഞ്ഞത്. ഇപ്പോൾ നിലവിൽ അതിനുശേഷം ഉണ്ടായ തിരികളെല്ലാം തന്നെ നല്ല പുഷ്ടിയോടെ നിൽക്കുന്നുണ്ട്. എൻ്റെ പേര് ജുനൈദ്. 1 വർഷത്തിന് മുമ്പേ ഈ വസ്തു വാങ്ങി. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ആശയമായിരുന്നു കുരുമുളക് കൃഷി ചെയ്യണമെന്നുള്ളത്. അങ്ങനെ യൂട്യൂബ് സെർച്ച് ചെയ്ത് അതിൽ കുമ്പുക്കലിൻ്റെ ഒരുപാട് വീഡിയോസ് കണ്ട് അതിൽ ആകർഷനായാണ് ഞാൻ ഈ കുമ്പുക്കലിൻ്റെ കുരുമുളക് തൈ എടുത്തതും അതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ കൃഷിയുമായിട്ട് മുന്നോട്ട് പോയത്. 10 സെൻറ്റ് വസ്തുവിൽ 50 PVC പൈപ്പിൽ 100 തൈയാണ് വെച്ചിട്ടുള്ളത്. 2025 മെയ് മാസത്തിലാണ് എനിക്ക് തൈകൾ ലഭിച്ചത്. അതിന് മുന്നോടിയായി തന്നെ നമ്മുടെ കൃഷിസ്ഥലം തൈകൾ വെക്കുന്നതിന് വേണ്ടി സജ്ജീകരിക്കുകയുണ്ടായി. 8 അടി ഗ്യാപ്പിൽ ഏതാണ്ട് 2.5 അടി വ്യാസത്തിൽ പൈപ്പ് കുഴിച്ചിട്ട് അതിൽ വേപ്പം പിണ്ണാക്കും എല്ലുപൊടി അതുപോലെ ചാണകത്തിൻ്റെ മിശ്രിതം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത ഇതിലാണ് തൈകൾ വെച്ചിട്ടുള്ളത്. ഏതാണ്ട് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, എല്ലാ PVC പൈപ്പും തമ്മിലുള്ള അകലം 8 അടിയാണ് നിലനിർത്തിയിരിക്കുന്നത്. അത് കാരണം നല്ല വായു സഞ്ചാരവും അതുപോലെ തന്നെ സൂര്യപ്രകാശവും നല്ല രീതിയിൽ ഇവിടെ ലഭിക്കുന്നുണ്ട്. അത് കുമ്പുക്കലിൻ്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ഞാൻ അങ്ങനെ അത്രയും സ്പേസ് കീപ്പ് ചെയ്ത് ഓരോ തൈകളും നട്ടിട്ടുള്ളത്. അത് കാരണമായിട്ട് ഇലകളിലെല്ലാം നല്ല പുഷ്ടിയുണ്ട്. നല്ല അടിഭാഗം മുതലേ പച്ചപ്പും ഇലകളെല്ലാം നല്ല നിറച്ച് നിൽപ്പുണ്ട്. ഇതിലൊക്കെ നേരത്തെ നല്ല രീതിയിൽ തിരി പിടിച്ചതാണ്, ഞാൻ എല്ലാം നുള്ളി കളഞ്ഞത്. ഈ ഡ്രിപ്പ് ഇത് ഞാൻ സ്വന്തമായിട്ട് ചെയ്തതാണ്. സ്വന്തമായിട്ടെന്ന് പറഞ്ഞാൽ ഒരു പ്ലംബറെ വിളിച്ച് ഐഡിയ പറഞ്ഞു കൊടുത്ത് ചെയ്തതാണ്. ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നോക്കിയാൽ ഈ ആഞ്ഞിലിൻ്റെ മൂട്ടിലാണ് ഇത് നിൽക്കുന്നത്. അപ്പോൾ ഇതിൽ മറ്റ് തൈകളെ അപേക്ഷിച്ച് തിരി കുറവാണ്. കാരണം എനിക്ക് തോന്നുന്നത് ചോലയുടെ കൂടുതൽ കൊണ്ടാവാം. അതായത് ഇതൊന്ന് നോക്കിയാൽ ഇതിൽ നല്ല രീതിയിൽ തിരി വന്നിട്ടുണ്ട്. ഇതിൽ ചോല കുറവാണ്, നല്ല രീതിയിൽ വെയിൽ അടിക്കുന്നുണ്ട്, എയർ സഞ്ചാരം കൂടുതലുണ്ട്. അതുകൊണ്ട് ഇതിന് നല്ല രീതിയിൽ തിരി നിറച്ച് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ എൻ്റെ പരീക്ഷണാടിസ്ഥാനത്തിൽ 10 സെൻറ്റിലാണ് ഞാൻ ഇത് കൃഷി ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിൻ്റെ വിജയത്തിന് ആസ്പദമായി നല്ല രീതിയിൽ വിശാലമായ രീതിയിൽ തന്നെ കൃഷി ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. കാരണം എനിക്കിത് നല്ല സക്സസ് ആയിട്ട് തോന്നുന്നുണ്ട്. ഏതായാലും കുമ്പുക്കൽ തന്നെയാണ് ഇനി അടുത്ത എൻ്റെ പരീക്ഷണം. ഞാൻ താമസിക്കുന്നത് തന്നെ ഒരു ഗ്രാമപ്രദേശത്തിലാണ്. പലരും ഇതിൽ റോഡിൽ നടന്നു പോകുന്നവരും വാഹനങ്ങളിൽ പോകുന്നവരും എല്ലാം ഇപ്പോൾ നിലവിൽ വണ്ടി നിർത്തി ഇത് കംപ്ലീറ്റ് വീക്ഷിച്ച് അതിൻ്റെ വീഡിയോ എടുത്ത് നിർത്തി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അന്വേഷിച്ചാണ് പോകുന്നത്. ആദ്യം ഇത് കാണുന്നവർ പലരും എന്നെ കളിയാക്കുമായിരുന്നു. കാരണം PVC പൈപ്പിൽ കുരുമുളക് പിടിക്കുമോ അല്ലെങ്കിൽ തന്നെ അത് വളർന്നു വരുമോ എന്നൊക്കെയുള്ള സംശയമായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാവർക്കും അത് ബോധ്യമായി. 1-2 പരീക്ഷണങ്ങൾ ഇതിൻ്റെ ഇടയിൽ നടത്തുകയുണ്ടായി. കാരണം കുമ്പുക്കൽ തൈകളും അതേപോലെ തെക്കനും പിന്നെ വേറെ 1-2 ഐറ്റം കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ വെച്ചായിരുന്നു. പക്ഷേ എൻ്റെ കാഴ്ചപ്പാടിൽ കുമ്പുക്കലിൻ്റെ അട്ടക്കാലുകൾ പൈപ്പിൽ പിടിക്കുന്ന പോലെ മറ്റ് ചെടികൾ പിടിക്കുന്നില്ല. അതെനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഞാൻ ഇതിൻ്റെ പുറകു വശത്ത് 1-2 പൈപ്പിൽ തെക്കൻ്റെ തൈ വെച്ചായിരുന്നു. പക്ഷേ അതിൻ്റെ അട്ടക്കാലുകൾ വളരെ ലോലമായിട്ടാണ് പിടിക്കുന്നുണ്ട്. കാരണം അത് കെട്ടിക്കൊടുത്താൽ മാത്രമേ അത് PVC പൈപ്പിൽ പിടിച്ച് കയറുന്നുള്ളൂ. പക്ഷേ കുമ്പുക്കൽ അങ്ങനെയല്ല, അത് സ്ട്രോങ് ആയിട്ട് അതിൻ്റെ അട്ടക്കാലുകൾ പൈപ്പിൽ പിടിച്ച് പോകുന്നുണ്ട്. ആദ്യം ഞാൻ വിചാരിച്ചത് പൈപ്പിൽ അട്ടക്കാല് പിടിക്കൂലെന്നായിരുന്നു. അതുകൊണ്ട് എല്ലാ മൂട്ടിലും പച്ച നെറ്റ് ചുറ്റുകയുണ്ടായി. പക്ഷേ നെറ്റ് ചുറ്റിയെങ്കിൽ ഈ നെറ്റിനെ കവർ ചെയ്ത് അട്ടക്കാലുകൾ പൈപ്പിൽ പിടിച്ചിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ചുറ്റിയില്ല. പൈപ്പിൽ ഇത് കാണുന്നവരൊക്കെ പറഞ്ഞായിരുന്നു പൈപ്പിൽ അട്ടക്കാലുകൾ പിടിക്കത്തില്ല, അതുകൊണ്ട് പൈപ്പ് ചൂടടിക്കുമ്പം അട്ടക്കാലുകളായി പോകുന്നു. പക്ഷേ എൻ്റെ കാഴ്ചപ്പാടിൽ അങ്ങനെയൊന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല. നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നമ്മൾ പിടിച്ചാൽ പോലും ഇളകി വരത്തില്ല, അത്ര സ്ട്രോങ് ആയിട്ടാണ് പൈപ്പിൽ അട്ടക്കാലുകൾ പിടിച്ചിട്ടുള്ളത്. ഈ കുമ്പുക്കലിൻ്റെ തൈകൾ 1-2 ഞാൻ ചോലയുള്ള ഭാഗത്ത് വെച്ചായിരുന്നു. പക്ഷേ അവിടെ നല്ല ചോലയാണ്. അവിടെ ഈ വളർന്ന കണക്കുള്ള രീതിയിലുള്ള വളർച്ച അവിടെ ഉണ്ടായിട്ടില്ല. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എപ്പോഴും വായുസഞ്ചാരവും അതേപോലെ തന്നെ നമുക്ക് നടന്നു പോകാനുള്ള സ്പേസും അതുപോലെ മിക്സ് ചെയ്ത് ചോലയും അതേപോലെ ചെറിയ രീതിയിലുള്ള ചോലയും വെയിലും നല്ലപോലെ അടിക്കത്തക്ക രീതിയിലുള്ള സ്ഥലങ്ങളിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്തായാലും ഞാനിപ്പോൾ വളരെ സംതൃപ്തനാണ്. കാരണം ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും അപ്പുറമായി കൃഷി വളരെ ഭംഗിയായി തന്നെ ചെയ്യാൻ എനിക്ക് സാധിച്ചു. കാരണം അതിനുവേണ്ട നിർദ്ദേശങ്ങളെല്ലാം തന്നത് എന്നെ കുമ്പുക്കലിൻ്റെ ജനറൽ മാനേജറായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശത്തിനനുസരിച്ച് തന്നെയാണ് കൃഷി ഇപ്പോഴും നിലവിലും കൊണ്ടുപോകുന്നത്. ഈ കൃഷിയുടെ വിജയത്തിന് ആസ്പദമായി തീർച്ചയായിട്ടും എനിക്ക് നിലവിലുള്ള വസ്തുക്കളിലൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. വരും വർഷങ്ങളിൽ നല്ല രീതിയിൽ വളരെ വിശാലമായ രീതിയിൽ തന്നെ കൃഷി ചെയ്യാനാണ് തയ്യാറെടുക്കുന്നത്. പിന്നെ 1-2 ഇതിൻ്റെ ഫാൾട്ടുകളൊക്കെ ഞാൻ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ഡ്രോബാക്സ് ഉണ്ടെങ്കിൽ അതെല്ലാം നികത്തി അടുത്ത കൃഷിയിൽ അത് തീർച്ചയായിട്ടും അതിന് അനുയോജ്യമായ രീതിയിലുള്ള സംവിധാനങ്ങൾ ചെയ്തതിന് ശേഷം മാത്രമേ തുടരുള്ളൂ.